നല്ല ചൂടനെയാകുമ്പോൾ ഇത് കുഴയാൻ എളുപ്പമുള്ളൂ. നന്നായിട്ട് ഞാനിത് ഓവനിൽ വെച്ച് പുഴുങ്ങിയെടുത്തതാണ്. കാരണം അന്നേരം വെച്ചാൽ പെട്ടെന്ന് ആ ചൂടനെയാകുമ്പോൾ ശരിക്കും കുഴയ്ക്കാൻ പറ്റും. തണുത്തായി നമുക്കിതിനൊരു 1 കപ്പ് ഗോതമ്പ് പൊടി, കുറച്ച് ഏലക്കാപ്പൊടി, സ്വല്പം ശർക്കരപ്പൊടി, അത്ര എൻ്റെ കയ്യിലുള്ളൂ. അപ്പം അതനുസരിച്ച്, അതുമല്ല ഒത്തിരി മധുരം വേണ്ട, ഹെൽത്തി ആയി നന്നായിട്ട് നമ്മളിത് കുഴച്ച് നല്ല പരുവാക്കി. ശരിക്കും ഇത് കുഴക്കണ കണ്ടപ്പോൾ പൊങ്കാല ഇടാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുഴക്കണ പോലെ തന്നെ ഉണ്ട്. തെരളി ഉണ്ടാക്കാനായിട്ട് കുഴക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇത് കണ്ടപ്പോൾ. എന്തായാലും നമുക്കിത് കുമ്പിളപ്പായ്ക്ക് ചെയ്യാം. ഇതിങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് മാവെടുത്ത് ചിലർ ഈർക്കിലിയും കൊണ്ട് കുത്തും. ഞാൻ പിന്നെ ഇതിൻ്റെ ഞെട്ടും കൊണ്ട് തന്നെ ഇങ്ങനെ കുത്തുകയാണ് സാധാരണ. അത് നല്ലതായിട്ടിരുന്നോളൂ. ഇല തന്ന ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ്. കാരണം ഞങ്ങൾക്ക് ഇല കിട്ടാനില്ല. ആരെങ്കിലും ഇതുപോലെ കൊണ്ടുതരുമ്പോൾ ഞാനും ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് 6 കുമ്പിളപ്പത്തിനുള്ള മാവ് കിട്ടി. 6 മതി, അത് ആവശ്യമുള്ളൂ തന്നെ. ഇനി നമുക്കിത് വേവിച്ചെടുക്കട്ടെ. ഓക്കെ, അടിപൊളി. നന്നായിട്ട് വെന്തു, നല്ലതായി. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല മണമുണ്ട് കേട്ടോ ഈ ഇലയുടെ മണം. ഞങ്ങളെ ഇടനയില എന്ന് പറയണേ, ഇവിടെ എല്ലാവരും വഴനയില എന്ന് പറയണേ. ചെറിയ മധുരമുള്ളൂ, വലിയ മധുരമൊന്നുമില്ല. ഷുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാവുന്നത്. കാരണം മധുരം അധികം ഇല്ല, നല്ല ചെറിയൊരു മധുരം. പിന്നെ ഏലക്കായൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കൂടി വരും, ഇലയുടെയും ഏലക്കായുടെയും കൂടെ. സാധാരണ ഇത് പാളയംകുളം പഴം കൊണ്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചു പഴം പഴുത്തു പോയത് കൊണ്ട് ഇതും കൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇലയും ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേരെ. പഴം നമ്മുടെ ഇതുപോലെ പഴുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാം. ഓക്കേ.